എൻ്റെ പൊന്നോ, എന്തുമാത്രം ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഈ ലോകത്തുള്ളത്. ഇതൊക്കെ എൻ്റെ ചെറിയ മിനി വേർഷൻ മാത്രം കേട്ടോ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒപ്പോസ് ചെയ്യുന്നവരും ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും ഇതിനെതിരെ സംസാരിക്കുന്നവരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട്. ഞാൻ അതിനൊന്നുമല്ല വന്നേക്കുന്നത്. എനിക്ക് ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം, ഉപയോഗിക്കാത്തവരോട് പറയാനുള്ളത് അതും നിങ്ങളുടെ ഇഷ്ടം. അതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ലല്ലോ. പക്ഷേ ഈ ലോകത്തുള്ള മനുഷ്യൻ നമ്മുടെ പുറമേ ഉള്ളതിനെയല്ല നോക്കുന്നത്. അവൻ എന്നെ അങ്ങനെ മുടിയിട്ടേക്കുന്നത്, അതെന്നെ അവൻ അങ്ങനെ മുടി കെട്ടി വെച്ചേക്കുന്നത്, അതെന്നെ അവൻ അങ്ങനെ മുടി വെട്ടിയേക്കുന്നത്, അതെന്നെ അവൻ അങ്ങനെ കളർ ചെയ്തേക്കുന്നത്, അതെന്നെ അവൻ അങ്ങനെ ഡ്രസ്സ് ചെയ്തേക്കുന്നത്. ഓ, അവളുടെ ആ ഡ്രസ്സിങ് അത്ര പോരോ കേട്ടോ. അവൾ ഇങ്ങനാണോ ഡ്രസ്സ് ചെയ്ത് നടക്കണ്ടേ? മറ്റുള്ളവർ നമ്മുടെ പുറമേ ഉള്ളതിനെ വെച്ചാണ് നോക്കുന്നത്. മനുഷ്യരെല്ലാം അങ്ങനെയാണ്, ഞാനും നീയും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനുഷ്യൻ്റെ പുറമേ ഉള്ളത് വെച്ച് അവരെ ജഡ്ജ് ചെയ്യും. പക്ഷേ സ്വർഗസ്നായ നമ്മുടെ പിതാവില്ലേ, നമ്മുടെ യേശുപ്പച്ചനില്ലേ, നമ്മുടെ പുറമേ ഉള്ളതിനെ നോക്കിയല്ല നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെയും അന്തര്യേന്ദ്രിയങ്ങളെയും ഹൃദയ നിലവുകളെയും ശോധന ചെയ്യുന്ന കർത്താവ്. നീ പുറമെ എങ്ങനെ നടന്നാലും എന്ന് വെച്ച് മാതൃകയില്ലാതെ നടക്കണം എന്നല്ല കേട്ടോ. എന്നാലും നമ്മുടെ പുറമേ ഉള്ളതിനെ അല്ല ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയം ശുദ്ധമാണോ? നീ കൂട്ടുകാരന് നേരെ വ്യാജം ചിന്തിക്കുന്നുണ്ടോ? നീ കൂട്ടുകാരന് നേരെ ഏഷണി പറയുന്നുണ്ടോ? നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിലെ നിലവുകൾ എന്താ? നീ പുറമേ വിശുദ്ധനായിട്ട് നടന്നാലും നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താ നീ ചിന്തിക്കുന്നതെന്ന് അറിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. സോ ബിവെയർ ഓഫ് ഹിം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അല്ല കേട്ടോ നമ്മുടെ ലൈഫ്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവിന് മുൻപിൽ വെടിപ്പുള്ള ഹൃദയത്തോടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൃദയം നമുക്കെല്ലാം സൃഷ്ടിച്ചെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.